ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹോണ്ട SP125 നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് 37,198 കിലോമീറ്ററാണ് നിലവിൽ വണ്ടി ഓടിയേക്കണേ. നമുക്ക് പറഞ്ഞിരിക്കുന്ന വർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ്, മൈലേജ് ചെക്കപ്പ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് കമ്പനി ലൈൻഡർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡറാണ്. അത്യാവശ്യം പുതിയ ലൈൻഡറാണ്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാനുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല ഫിൽറ്റർ തന്നെയാണ്, കമ്പനി ഫിൽറ്ററാണ്. കുറച്ച് പൊടിയുണ്ട്, നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി എടുക്കാം. ബാറ്ററി 2023 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നമ്മളതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ മാക്സിമം വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് 13 വോൾട്ട് വരുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴേലും 8.92 വരെ. അപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. അപ്പോൾ നിലവിൽ ആ ഒരു സ്റ്റേജിൽ അത്യാവശ്യം പെർഫെക്റ്റാണ് ബാറ്ററി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഓയിലിൻ്റെ ഫിൽറ്ററും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യം അഴുക്കായിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ സ്പാർ പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ബാക്ക് വീൽ അഴിച്ചേക്കണമെന്നാണ്. അപ്പോൾ അതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തും ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിടും കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിവിടെ ഒരു ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ആരംഭം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗത്ത് കേട്ടോ. സ്റ്റാർട്ടിങ് ആണ് അത്. നമുക്ക് അടുത്ത സർവീസിലൊക്കെ ചിലപ്പോൾ അഴിക്കേണ്ടതായിട്ട് വരും. കാരണം ഇങ്ങനെ കാണിക്കുമ്പോൾ കൈയോടെ നമുക്കത് അഴിച്ച് ക്ലിയർ ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണത്. അടുത്ത സർവീസിൽ എന്തെങ്കിലും നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ സീൽ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അതിക്ക് മുമ്പ് എന്തെങ്കിലും ലീക്ക് വരാൻ സാധ്യത കുറവാണ്. ഇനി ബൈ ചാൻസ് ലീക്ക് വരാണെങ്കിൽ തന്നെ അതൊന്ന് ക്ലിയർ ചെയ്യണേഴ്സ് മറക്കരുത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ ടയർ, വീൽ ബെയറിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തേലും വീൽ ബെയറിങ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ നിലവിൽ വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. നമുക്ക് സർവീസിൻ്റേതായിട്ടുള്ള വർക്കുകൾ മാത്രമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്ക് ഏകദേശം നമുക്കൊരു 6 മണി 6:30 ആകുമ്പോഴത്തേക്കാണ് വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്തോളൂ.